അരങ്കാവിൽ അമ്പലം പല പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായതാണെന്നാണ് കേൾവി. കൃത്യമായിട്ട് അതിനൊരു രേഖയൊന്നുമില്ല, തെളിവുമില്ല. രാജകവധത്തിന് ശേഷം കാളി വിശ്രമിക്കുകയായിരുന്നു. ആ യുദ്ധത്തിൽ വളരെയധികം ആൾക്കാർ മരിക്കാനിടയായി. അവരുടെയൊക്കെ രക്തം ഭൂതഗണങ്ങൾക്ക് ഇഷ്ടം പോലെ പാനം ചെയ്യാൻ സാധിച്ചു. എന്നിട്ടും അവർക്ക് പൂർണ്ണ തൃപ്തിയായില്ല. അതുകൊണ്ട് ആ ഭൂതജനങ്ങളിൽ ചിലരെല്ലാവരും കൂടി വീണ്ടും കാളിയെ കാണാനായിട്ട് ചെന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അതിന് കാര്യം പറഞ്ഞു. യുദ്ധത്തിൽ വളരെയധികം ആൾക്കാരുടെ രക്തം ഞങ്ങൾക്ക് പാനം ചെയ്യാൻ സാധിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും പൂർണ്ണ തൃപ്തിയായിട്ടില്ല. അതിനെന്താണ് ഇനി ഒരു മാർഗം എന്ന് കാളിയോട് ചോദിച്ചു. കാളി അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങളൊക്കെ ഇനി ആ യുദ്ധകളത്തിന്റെ അടുത്ത് കുറച്ചേരം കാത്തിരിക്കും. അതിൻ്റെ മുകളിൽ കൂടി വല്ലവരും പറന്നു പോവുകയാണെങ്കിൽ ആ വിവരം അവിടെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറയുകയും ചെയ്തു. അതിന് പല ആൾക്കാരും ആ യുദ്ധകളത്തിൽ കാത്ത് ആറ്റി നോട്ടിരുന്നു. വളരെ നേരം കഴിഞ്ഞപ്പോൾ ആ യുദ്ധക്കളത്തിന്റെ വളരെ മുകളിൽ കൂടി ഗരുഡൻ പറന്നുപോയി. അത് ഇവര് കണ്ടു, ഭൂതഗണങ്ങളൊക്കെ. അതിന് ചെന്ന് കാര്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഗരുഡൻ അതിന് മുകളിൽ കൂടി പറന്നുപോയി, യുദ്ധക്കളത്തിന്റെ മുകളിൽ കൂടി പോയി, ഞങ്ങളത് കണ്ടു, മനസ്സിലാക്കി നോക്കി. ശരി, സമാധാനം ഉണ്ടാക്കാം. അടുത്ത ഒരു സമയത്ത് കാളി തൻ്റെ ഒരു ദൂതനെ പറഞ്ഞയച്ചു ഗരുഡന്റെ അടുക്കലേക്ക്. എന്നെ ഒന്ന് നേരിട്ട് ഒന്ന് കാണണം, എനിക്കത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ കാളി ആവശ്യപ്പെട്ടതനുസരിച്ച് വളരെ ആർഭാടത്തോടു കൂടി ഒരുങ്ങി ഗരുഡൻ കാളിയെ കാണാൻ വരുന്നതാണ് ഈ സന്ദർഭം. കാളിയുടെ അടുക്കലൊക്കെ ആയതുകൊണ്ട് പരിവാരങ്ങളോടും ആർഭാടങ്ങളോടും കൂടി വളരെ വിസ്തരിച്ച് സാവധാനത്തിലാണ് എത്തിയത്. എത്തിയിട്ട് കാളിയെ നമസ്കരിച്ചു, വന്ദിച്ചു, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ കാളി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് ഭൂതഗണങ്ങൾക്ക് രക്തപാനം കൊണ്ട് വൃത്തിയായിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ശരി, അതനുസരിച്ച് കാളികളുടെ സമീപത്ത് തന്നെ നിന്ന് ആ ഭൂതഗണങ്ങളെ അടുക്കളയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ ദേഹത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ആ ഭൂതഗണങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഒരു തുള്ളി രക്തം കൊണ്ട് എല്ലാവർക്കും പൂർണ്ണ സംതൃപ്തി വന്നു എന്നാണ് കഥ പറയുന്നത്. ഏതായാലും അതിന് തൃപ്തിയോടുകൂടി മടങ്ങി. ഈ കാളിയെ കാണുന്നതിന് ആർഭാടത്തോടു കൂടി ഒരുങ്ങി ഗരുഡൻ വരുന്നതാണ് ഗരുഡൻ ദുഃഖത്തിന്റെ സങ്കല്പം. ഗരുഡൻപറവ എന്ന് പറയുന്ന ഒരു ക്ഷേത്രകലയാണ്. എന്നെ പഠിപ്പിച്ച എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് നാരായണൻ എന്നാണ്. അച്ഛനെ അറിയപ്പെടുന്നത് തന്നെ തൂക്കക്കാരൻ നാരായണൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊരു 10 വയസ്സിൽ മുതൽ ഈ പരിപാടിക്ക് പോണതാണ്. ഇപ്പം എനിക്ക് 59 വയസ്സായി. ഇത് 49ാമത്തെ വർഷമാണ് ഞാൻ ഈ കലയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. എനിക്ക് 100-ൽ പരം ശിഷ്യന്മാരുണ്ട് എനിക്ക്. ഇപ്പോൾ പുതിയ പിള്ളേരെ പൊടിവിനിയുടെ അരങ്ങേറ്റം. നമ്മുടെ ഇളച്ചിരുന്ന സ്ഥലമാണ് നമ്മുടെ ഇളങ്കാവ് എന്ന് പറയുന്നത്. വൈക്കം വടയാർ ഇളങ്കാവ് യുദ്ധം കഴിഞ്ഞ് ഇളച്ചിരുന്ന സ്ഥലം ഇളങ്കാവ് എന്നാണ് പറയണത്. പല രീതിക്കും പലയിടത്തും മധുരാനഗരിയായിട്ടുള്ള ബന്ധപ്പെട്ടൊക്കെ പല കഥകളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയുള്ളൂ, നമ്മളോട് പറഞ്ഞു തന്ന രീതിക്കുള്ളത് ഞാൻ പറയണത്. അപ്പോൾ ഇളച്ചിരുന്ന സ്ഥലമാണ് ഇളങ്കാവ്. ഗരുഡന് സുവർണൻ എന്നൊരു പേരുണ്ട്. അമൃതം കൊണ്ട് ഇന്ദ്രലോകത്തുനിന്ന് അമൃതം കൊണ്ട് പോരുമ്പോൾ ഇന്ദ്രൻ വജ്രായം പ്രയോഗിക്കും ഗരുഡന്റെ നേരെ.
വജ്രായുധത്തിനൊരു ബഹുമാനിച്ചുകൊണ്ട് പുള്ളി ഒരു തൂവൽ കൊഴിച്ചു കളയും. ആ തൂവൽ കണ്ടെടുത്ത് ദേവന്മാർ പറയണത് സുവർണൻ, നല്ല ഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള സങ്കല്പമാണ്. മൂത്ത് വരയ്ക്കണതിൻ്റെ ഒന്നും മനയോല ഒരു കട്ടയായിട്ട് അതായത് വെളിച്ചെണ്ണയിൽ അരച്ച് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒന്ന് ചായില്ലെന്ന് പറയും, അതുകൊണ്ട് ചെറിയ കട്ട പോലത്തെ, അത് നല്ല വിലയുള്ള സാധനം അത്. പിന്നെ കട്ടനീലവും മനയോലയും കൂടെ പൊടിച്ചാണ് പച്ച കളറിൽ ഇത് പൊടിച്ച് കഴിക്കുമ്പോൾ പച്ച കളർ വരും. അതാണ് അതിൻ്റെ ഇത്. ബാക്കിയെല്ലാം നമ്മൾ മറ്റ് ഇതുപോലെ തന്നെ അത് കച്ച കെട്ടി ഉത്തരിയം അങ്ങനെ ഉന്തി അങ്ങനെ എല്ലാം മറ്റേ ഇതുപോലെ തന്നെ മറ്റ് കഥകളി മോഡൽ തന്നെയാണ്. അവർ ചുണ്ടുമില്ല ചിറവുമില്ലെന്ന് മാത്രം. ഏറ്റവും കായിക ശേഷി വേണ്ട ഒരു കലയാണ് ഗരുഡൻപറവ. മറ്റൊരു രംഗം കഴിയുമ്പോൾ അവർക്ക് വിശ്രമിക്കാനോ മാറിയിരിക്കാനോ പറ്റും. അതുപോലെ തന്നെ അവരെ അമ്പലത്തിൻ്റെ വെളിയിലാണ് ചെയ്യണത്. അവർക്ക് കൃത്യമായ നോയമ്പ് വേണമെന്നില്ല. ഈ ഗരുഡം പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരാഴ്ച 2 ആഴ്ച കൃത്യമായിട്ട് നോയമ്പെടുത്തിട്ടാണ് ഇത് ചെയ്യണത്. കാരണം ചൂണ്ട കൊളുത്തേണ്ടതാണ്, രക്തം പൊടിക്കേണ്ടതല്ലേ. അപ്പോൾ കൃത്യമായ ഇതായ രീതിക്കാണ് അവരെല്ലാം പരിപാടി ചെയ്യണത്. ഗുരുതി ഈ ഗരുഡൻ തൂക്കവും പ്രധാന പരിപാടിയാണ്. ഗാരിയൻ തൂക്കം. ഗാരിയനെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ വീടുകളിൽ വഴിപാട് നടത്തുന്നത്. ആ വീടുകളിൽ രാവിലെ വന്ന് ചിലയിടത്ത് ചില അമ്പലങ്ങളിൽ രാവിലെ കൊട്ടിയറിയിക്കും, അല്ലെങ്കിൽ ചില അമ്പലത്തിൽ വൈകുന്നേരം കൊട്ടിയറിക്കും. ചില വീടുകളിൽ വൈകുന്നേരം കൊട്ടിയറിക്കും. ഇവിടെ കൊട്ടിയറിക്കുന്ന പോലെയാണ്. അപ്പോൾ ചില വീടുകളിൽ വൈകുന്നേരം കൊട്ടിയറിയിച്ച് വേഷം റെഡിയായി ഈ വഴിപാട് നടത്തിയ ആളെ പന്ത് ഒഴിയിച്ചു തൊട്ട് തൊഴുതു, ദക്ഷിണ കൊടുത്തു. ഉടനെ ഗരുഡൻ പറക്കുവാണ്. ആ വീട്ടിൽ ഒരു ഗരുഡൻ്റെ ഒരു പറവ നടത്തുവാണ്. ഗരുഡൻ പറവ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗരുഡൻ പറക്കുവാണ് അവിടെ. പറന്ന് എല്ലാവരും കാണിച്ച് ആ ഗരുഡനാടി എല്ലാം കഴിഞ്ഞ് ഉടനെ പോരുവാണ്, ഭഗവതിയുടെ അടുത്തേക്ക് പോരുവാണ്. അവിടെ എന്തായെന്ന് അറിയാട്ടോ. ആ പഴയ രീതി വീണ്ടും കാണിക്കാൻ വേണ്ടി വരണതാണ്. അപ്പോൾ ഒന്ന് മുതു കുനിച്ചു കൊടുത്ത് രക്തം കുടിച്ച് പിന്നെ എന്തിനാ വന്നതെന്നൊരു ചോദ്യം വരും. അത് ഈ പഴയ കാര്യങ്ങൾ കാണാൻ വേണ്ടി വരുവാണ്. വീണ്ടും ഗരുഡൻ വരുവാണ്, ഭഗവതി വണങ്ങാനായിട്ട് വരുവാണ്. ഗരുഡൻ തൂക്കം ഇതുപോലെ തന്നെ ഓരോ വഴിപാടുകാരൻ്റെയും വീടുകളിൽ നിന്ന് വേഷം കെട്ടി അവിടെ ചില ചടങ്ങുകൾ നടത്തി വേളവാദ്യ ഘോഷത്തോടു കൂടി ഇപ്പോഴാണെങ്കിൽ വളരെ വിപുലമായ ദീപ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ശേഷം ക്ഷേത്രത്തിൽ മൈതാനത്തിൽ ഒരു കുറച്ചു നേരം പയറ്റും. അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിൽ ഭഗവതിയെ തൊഴാൻ വരും. അതിനുശേഷം ക്ഷേത്രത്തിൽ തൊട്ട് ചേർന്നുള്ള എളങ്കാവ് എന്ന് പറഞ്ഞ ചെറിയൊരു അമ്പലം പോലെ സംവിധാനമുണ്ട്. അവിടെ വന്ന് അവിടെ ഭഗവതിയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഒരു പരമ്പരാവകാശിയായിട്ടുള്ള ഒരു പണിക്കരുണ്ട്. അദ്ദേഹമാണ് ഈ തൂക്കക്കാരൻ്റെ നട്ടെല്ലിൽ ചെറുതായിട്ടൊരു ചൂണ്ടകുത്തൽ എന്നൊരു ചടങ്ങ് നടത്തും. അതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ചടങ്ങ്. യുക്തിയും കളം നിറയുന്ന കാലത്തും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകൾ അപ്രത്യക്ഷമാകുന്നില്ല എന്നതിനുദാഹരണമാണ് ഗരുഡൻ പറവ എന്ന ക്ഷേത്രകല. കഥകൾ തലമുറകളെ സ്വാധീനിക്കുന്നിടത്തോളം കാലം രക്തദാഹിയായ ഭൂതഗണങ്ങൾക്ക് വേണ്ടി ഗരുഡൻ പറവ നിറഞ്ഞാടും. ജാതിമത ഭേദമന്യേ ആചാരാനുഷ്ഠാനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ പ്രാചീന കലാരൂപത്തെ കൊണ്ടാടാൻ കാലമിനിയും കാത്തിരിക്കും.